നമസ്കാരം. മലയാളി വിശ്വപൗരനാണ്. മലയാളി ലോകത്തെവിടെ പോയാലും അതിജീവിക്കാൻ പഠിച്ചവനാണ്. മലയാളി ലോകത്തേത് ഭാഷയും സ്വന്തം ഭാഷയായി കരുതുന്നവനാണ്. ഏത് വേഷവും അവനവൻ്റെ വേഷമായി ധരിക്കുന്നവനാണ്. ഏത് ഭക്ഷണവും സ്വന്തം നാവിന് രുചികരമാക്കി മാറ്റുന്നവനാണ്. അതുകൊണ്ട് മലയാളി വിശ്വപൗരനായി അറിയപ്പെടുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ മലയാളിക്ക് അതിജീവിക്കാൻ എന്തു പാഠമാണ് പഠിക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ നമ്പർ 1 കേരളം. എല്ലാ മാനദണ്ഡങ്ങളും നോക്കി നീതി ആയോഗ് കേരളത്തെ 1-ാം സ്ഥാനത്താണ് മാർക്കിങ്ങിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എന്ത് പാഠപുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ മനഃശാസ്ത്രപരമായി തയ്യാറാക്കി പരിശീലനം കൊടുത്ത് തയ്യാറാക്കിയെന്ന ഈ പാഠങ്ങൾ പഠിച്ച മലയാളിക്ക് പക്ഷേ പ്രധാനമായി പഠിക്കുന്ന പാഠം എന്താണ്? മലയാളി ആ പാഠം മറ്റൊന്നുമല്ല, എത്ര പാഠം പഠിച്ചാലും ഒരു പാഠവും പഠിക്കില്ല എന്ന പാഠമാണ് മലയാളിയുടെ പാഠം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. എത്ര പാഠം പഠിച്ചാലും ഒരു പാഠവും പഠിക്കില്ല എന്ന പാഠമാണ് ഇന്നത്തെ ആധുനിക മലയാളി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ തന്നെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നത്? 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കേരളത്തിൽ എല്ലായിടത്തും നല്ല മഴയായിരുന്നു. ആ മഴയുടെ ഭാഗമായി എറണാകുളം നഗരം, ആ കോർപ്പറേഷനിൽ മുഴുവൻ വെള്ളം കയറിയിട്ട് മഹാഭൂരിപക്ഷം വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകാൻ കഷ്ടപ്പെട്ടു. ചിലർ പോയതേയില്ല. പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു. അതിൻ്റെ ബേജാറിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും നിൽക്കുന്നത്. എന്നാൽ കലക്ടർക്ക് കേരള മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ ഒരു ആജ്ഞ കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കണം. കലക്ടറും സന്നാഹങ്ങളും എല്ലാം ഒരുമിച്ചിറങ്ങി വെള്ളക്കെട്ട് പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വെള്ളക്കെട്ട് മഴ ശക്തിയായി പെയ്തതുകൊണ്ട് മാത്രം വരുന്നതല്ല. മഴ പണ്ടും പെയ്തിരുന്നു. മഴ പണ്ടും കേരളത്തിൽ പെയ്തിരുന്നു. പേമാരികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു മഴ ശക്തിയാകുമ്പോഴേക്ക് എല്ലായിടത്തും വെള്ളം കയറുന്നത് എന്തുകൊണ്ടാണ്? ഈ വെള്ളത്തെ ഒഴുകിപ്പോകാനുള്ള വഴികൾ നമ്മൾ അടച്ചു കളഞ്ഞതുകൊണ്ടല്ലേ? തെരുവുകൾ, ഗ്രാമങ്ങൾ, അതിലെല്ലാം 6 മാസം മഴ പെയ്യുന്ന കേരളത്തിൽ താമസിക്കുവാനും വീട് വെക്കുവാനും കച്ചവടം നടത്തുവാനും കളിക്കാനുമുള്ള സ്ഥലത്തിന് പുറമേ 6 മാസം പെയ്യുന്ന മഴവെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലം കൂടി ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടെന്ന സത്യം, യാഥാർത്ഥ്യം മലയാളി തിരിച്ചറിയണം. വെള്ളത്തിന് നദിക്ക് പറയുന്ന സംസ്കൃതത്തിൽ ഒരു പര്യായമുണ്ട്. അത് നിമ്നക എന്നതാണ്. നിമ്നക എന്ന വാക്കിനർത്ഥം നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, നിമ്നോന്നതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. താഴ്ചയും ഉയർച്ചയും. നിമ്നഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നവൾ എന്നാണ്. താഴോട്ട് മാത്രം പോകുന്നവളാണ് പുഴ, വെള്ളം. വെള്ളത്തിന് മേലോട്ട് പോകാൻ സ്വയമായി ഒരു കഴിവുമില്ല. മേലോട്ട് വെള്ളത്തെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിശക്തമായ പമ്പ് സെറ്റുകൾ, മോട്ടോറുകൾ പിടിപ്പിക്കുക തന്നെ വേണം. വെള്ളം താഴോട്ട് മാത്രം ഒഴുകുന്നവളാണ്. ആ വെള്ളത്തിന് ഒഴുകാൻ പ്രകൃതിക്കൊരു വഴിയുണ്ട്. ആ വഴികളെല്ലാം കൊട്ടി അടച്ച് അതിലെല്ലാം മാലിന്യങ്ങൾ നിറച്ച് അത് പോകാനുള്ള വഴി തടസ്സപ്പെടുത്തി ആ മാലിന്യങ്ങൾ മുഴുവൻ വെള്ളം വന്ന് കയറിയിട്ട് നമ്മുടെ വീടിനകത്ത് MP എന്ന് നോക്കാതെ, MLA എന്ന് നോക്കാതെ, മന്ത്രി എന്ന് നോക്കാതെ വെള്ളം എല്ലാ വീട്ടിലും കയറും. വെള്ളത്തിനെന്ത് MP, വെള്ളത്തിനെന്ത് MLA, എന്ത് മന്ത്രി? വെള്ളം എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിൽക്കും. പോകാൻ വഴിയില്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ പുതിയ വെള്ളം കയറുമ്പോൾ നിന്നതിൻ്റെ മേലെ നിൽക്കും. അങ്ങനെ വെള്ളം കയറും. ഈ പ്രളയം 2 തവണ കൂടെ ഉണ്ടായിട്ടും നമ്മൾ എന്ത് പാഠമാണ് പഠിച്ചത്? നമ്മുടെ തെരുവുകളിലെ അഴുക്കുചാലുകൾ മുഴുവൻ നമ്മൾ കെട്ടി അടക്കുകയല്ലേ ചെയ്തത്? റോഡരികിൽ പാതയോരങ്ങളിലെ എല്ലാ ഡ്രെയിനേജുകളും മണ്ണിട്ട് നികത്തി അവനവൻ്റെ വീട്ടിലേക്ക് വാഹനം കയറ്റുന്ന മലയാളിയോട് ഒരു ചോദ്യം. നിങ്ങളുടെ കൊട്ടാരം ഇപ്പോൾ ശരാശരി ഒരു മലയാളി
30 ലക്ഷം 35 ലക്ഷം ആണ് ഒരു വീടിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ശരാശരിയാണ്. 2 കോടിയും 3 കോടിയും 25 കോടിയും ഒരു വീടിന് കൊട്ടാരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന മലയാളിയുണ്ട്. ആകെ 4 ആളെ ഉണ്ടാവും. അതും ഗൾഫിലും പല തൊഴിൽ സ്ഥലങ്ങളിലും പോയി കൊല്ലത്തിൽ 1 മാസം വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപയുടെ കൊട്ടാരം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മലയാളിയെപ്പോലെ വിഡ്ഢികൾ വേറെയില്ല. ആലോചിച്ച് നോക്കുക. എന്തോ ആട്ടെ, ആ വീടെടുക്കുന്നു, വലിയ കൊട്ടാരം പോലുള്ള വീടെടുക്കുന്നു. ആ വീടെടുക്കുമ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന റോഡരികിൽ ഒരു ചെറിയ ഡ്രെയിനേജ് സൗകര്യമുണ്ടാക്കി അവിടെ ഒരു സ്ലേബ് ഇടാനുള്ള കാശ് ഈ 2 കോടി ചെലവഴിച്ച മലയാളിയുടെ കയ്യിലില്ല. സ്വന്തം വീട്ടിൻ്റെ മുന്നിലുള്ള ഡ്രെയിനേജിലെ മണ്ണൊന്ന് കോരിയിടാനുള്ള കാശ് മലയാളിയുടെ കയ്യിലില്ല. അതിന് മുന്നിലുള്ള ഒരു കാടൊന്ന് ചെത്തി വൃത്തിയാക്കാനുള്ള കാശ്, താല്പര്യം, മനസ്സ് മലയാളിയുടെ കയ്യിലില്ല. പിന്നെ എന്ത് പാഠമാണ് നമ്മൾ പ്രളയത്തിൽ പഠിക്കാൻ പോകുന്നത്? പ്രളയത്തിൽ ഒരു പാഠവും പഠിക്കില്ല. ഇനി പ്രളയങ്ങളിലൂടെ ദുരന്തം അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവുകയല്ലാതെ. എന്തിനാണ് നമ്മൾ സാമൂഹ്യ ബോധമുള്ള പാഠപുസ്തകങ്ങൾ, സോഷ്യൽ സ്റ്റഡീസ് സ്കൂളുകളിൽ പഠിക്കുന്നത്? എന്തിനാണ്? സാമൂഹ്യ ബന്ധമില്ലാത്ത, പ്രകൃതി ബന്ധമില്ലാത്ത A+കാർ നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. A+ എന്ന ആ പ്ലസ് എന്ന ചിഹ്നത്തിന് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈനാണ് പ്ലസ് എന്ന ചിഹ്നത്തിൻ്റെ അർത്ഥം. ഹൊറിസോണ്ടൽ ലൈന് ഗ്രാഫ് വരയ്ക്കുന്ന X ആക്സിസ് ആണ്, വെർട്ടിക്കൽ ലൈന് ഗ്രാഫിലെ Y ആക്സിസ് ആണ്. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? X ആക്സിസ് സാമൂഹ്യബോധവും Y ആക്സിസ് പ്രകൃതി ബന്ധവുമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു കുട്ടിയും പ്ലസ് ആവുകയില്ല. വെള്ളം കയറി വരുമ്പോൾ തോട്ടിൽ വീണാൽ എനിക്ക് ഫുൾ A+ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതുകൊണ്ട് ആ കുട്ടിയെ വെള്ളം മുക്കാതെ വീട്ടിലെത്തിക്കാറില്ല. പട്ടി കടിക്കാൻ വരുമ്പോൾ A+ സർട്ടിഫിക്കറ്റ് കാണിച്ചതുകൊണ്ട് ഒരു പട്ടിയും കടിക്കാതിരിക്കില്ല. അതിന് മരം കയറാൻ പഠിക്കണം, നീന്താൻ പഠിക്കണം. അത്തരത്തിൽ പ്രകൃതിയോടൊത്തു ചേരാനും പ്രകൃതിയെ അതിജീവിക്കുവാനും പഠിക്കാത്ത വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾ യഥാർത്ഥത്തിൽ ഒരു പാഠവും പഠിക്കാത്തവരാണ്. അതുകൊണ്ട് 2 പ്രളയങ്ങളുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികളെല്ലാവരും സർക്കാർ എന്തു പറയുന്നു, പഞ്ചായത്ത് എന്തു പറയുന്നു എന്ന് നോക്കാതെ നമ്മളെല്ലാവരും വെള്ളം വരും, മഴ വരും, വെള്ളപ്പൊക്കം വരും, വരൾച്ച വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ നേരിടാൻ തക്ക വിധത്തിൽ നമ്മുടെ വീടിൻ്റെ വ്യാകരണത്തെ, വീടിൻ്റെ ഘടനയെ, നമ്മുടെ ചുറ്റുവട്ടമുള്ള പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെടാനും ബന്ധപ്പെടാനും മുന്നോട്ട് പോകാനും കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് റീസെറ്റ് ചെയ്യാതെ നമ്മുടെ റീബിൽഡ് കേരള എത്ര കാശ് സർക്കാർ ചെലവഴിച്ചാലും അതിനെ കൊണ്ടൊരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രളയാനന്തര കേരളത്തിലെ മലയാളിയുടെ ജീവിതം ഒരു പാഠവും പഠിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ അടുത്ത തലമുറ വലിയ കഷ്ടപ്പാടിലേക്ക് പോകുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രതികരണം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.